പിതാക്കന്മാർ ആബാ അജ്ദാദിൻ്റെ മഹത്വങ്ങളെക്കുറിച്ചാണ് കേട്ടുവരുന്നത്. അതിൽ വളരെ പ്രസിദ്ധരാണ് ആര്? അബ്ദുൽ മുത്തലിബ്. ഒറിജിനൽ പേര് ഷൈബത്തുൽ ഹംദ് റളിയല്ലാഹു അൻഹു. അതാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ റിവായത്ത് ചെയ്യുന്നൊരു ഹദീസാണ്. അത് നമ്മളെ മറ്റേതിൻ്റെ ലാസ്റ്റ് മറ്റൊരു സ്ഥലത്ത് വരും. ഇതിൽ നമ്മൾ ഓതി വരുന്ന കിതാബുണ്ടല്ലോ, അതിൽ മറ്റൊരു സ്ഥലത്ത് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മളെന്താണ് ഈ സംഭവം യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് വരാൻ പോകുന്നതിനെ ഇങ്ങോട്ട് പിടിച്ചു കൊണ്ടുവന്നതാണ്. ലമ്മാ ദഹറ സൈഫ് ബിനു ദീ യസൻ അലൽ യമൻ. ഇതെപ്പോഴാണ് സംഭവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചിട്ട് തങ്ങൾക്ക് 2 വയസ്സുള്ള സമയമാണ് ഈ കാലഘട്ടം. അപ്പോൾ ഏകദേശത്തായി 571 AD കൂട്ടിയാൽ തങ്ങളെ ജനനം. അപ്പോൾ 573. അപ്പോൾ സൈഫ് എന്ന് ഒരാളെ പേരാണ്. സൈഫ് ബിൻ ദീ യസൻ യമനിലുള്ള ഭരണാധികാരിയായി അദ്ദേഹത്തിന് സ്ഥാപിക്കപ്പെട്ടു. ഇതിന് മുമ്പുള്ള ഭരണാധികാരികളെ കുറിച്ചിട്ട് മറ്റുള്ളവർക്ക് അതൃപ്തിയായിരുന്നു. അതെല്ലാം മാറ്റിയിട്ട് ആര് രംഗത്ത് വന്ന്? സൈഫ് ബിൻ ദീ യസൻ വന്നു. അദ്ദേഹം അസല് നസ്രാനിയാണ്. പിന്നെ നല്ലൊരു തത്വജ്ഞാനിയും പല വിവരങ്ങളും പൂർവ്വവേദങ്ങളെക്കുറിച്ചെല്ലാം അറിയുന്ന ഒരാളും കൂടിയാണ്. അങ്ങനെ യമനിലെ ഭരണാധിപനായി. അങ്ങനെ വലഫിറ ബിൽ ഹബഷ. ഹബഷ എന്താക്കി? വനഫാഹും നൻഹ. എന്നിട്ട് ഹബഷക്കാര പൊടി കൂടിയിട്ട് അതിലുള്ള ഭരണാധിപന്മാരെ പുറത്താക്കിയിട്ട് ഭരണത്തിലെത്തി. അതേതാണ് വദാലിക ബഅദ മൗലിദ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസനത്തൈൻ. എന്നതാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. തങ്ങൾ ജനിച്ചിട്ട് 2 വയസ്സെത്തിയ സമയത്താണ് കാലം. അങ്ങനെ വന്നപ്പോൾ അത്തത്തുഹു വഫൂദുൽ അറബ് വ അഷ്റാഫുഹ വ ശുഅറാഉഹ. അറബികളുടെ ഓരോ സംഘങ്ങൾ പല നാട്ടിൽ നിന്നും, അവരിൽ നിന്ന് ഏറ്റവും കേമന്മാരായ നേതാക്കന്മാരെയും അവരിലുള്ള നല്ല പ്രാസംഗികന്മാരെയും അവരിലുള്ള പദ്യമുണ്ടാക്കുന്ന ആളുകൾക്ക് ഇവരൊക്കെ എന്താകും? ഈ സൈഫിനെ കാണാൻ പോകും. അത് പണ്ടൊരു പതിവാണ്. ഇതിനാ തുഹന്നീ വ തംദഹുഹു. അദ്ദേഹത്തിൻ്റെ മംഗളം ആശംസിക്കണം, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പോലീസിനെ കുറിച്ച് പറയണം, അയാളെ ഒന്ന് പൊന്തിക്കണം. ആ കൂട്ടത്തിൽ ഫാത്താഹു വഫദ് ഖുറൈശികളുടെ സംഘവും പോയി. ആരൊക്കെ ഉണ്ട്? വഫീഹിം അബ്ദുൽ മുത്തലിബ് ഇബ്നു ഹാഷിം ഇബ്നു അബ്ദു മനാഫ് ഇബ്നു ഖുസൈ. നമുക്കറിയാം പാപ്പ അവൾ ഖുസൈ വരെ പാരമ്പര്യം പറഞ്ഞതേ ഉള്ളൂ. ആരായി? അബ്ദുൽ മുത്തലിബ് ഇബ്നു ഹാഷിം ഇബ്നു അബ്ദു മനാഫ് ഇബ്നു ഖുസൈ. ഒരാളായില്ലേ? 2 ഉമയ്യത്ത് ബിൻ അബ്ദുശംസ്. അബ്ദുശംസിൻ്റെ മകൻ ഉമയ്യ. അതാരാണത്? അബൂ സുഫിയാൻ്റെ ഉപ്പ ആരാണ്? ഹർബ്. ഹർബിൻ്റെ ഉപ്പയാണേത്? അല്ല, ഉമയ്യത്ത്. നമ്മൾ മലട്ടക്കനെ പറഞ്ഞത് മുആവിയൻ്റെ ഉപ്പ അബൂ സുഫിയാൻ. ബദ്ർ യുദ്ധത്തിൽ എതിരകക്ഷിയുണ്ടായിരുന്ന ഒന്ന് അബൂ ജഹൽ, എന്തിനാണ് നഫീർ കച്ചവട സംഘത്തിലുണ്ടായിരുന്ന അബൂ സുഫിയാനില്ലേ? ഉഹദിൽ അബൂ ജഹലിന് ശേഷം ഉഹദിന് നേതൃത്വം കൊടുത്ത ആളായിരുന്നു അബൂ സുഫിയാനല്ലേ? അബൂ സുഫിയാൻ്റെ ഉപ്പയല്ല ഹർബ്. ഹർബിൻ്റെ ഉപ്പയാണല്ലോ ഉമയ്യത്ത്. ഉമയ്യത്തിൻ്റെ ബാപ്പയാണ് ആര്? അബ്ദുശംസ്. അബ്ദുശംസിൻ്റെ ഉപ്പയാണ് അബ്ദു മനാഫ്. അതാണ് ആ 4 ആള്. അപ്പോൾ ഇവരായി ഉമയ്യത്ത് ഉപ്പാപ്പയായി, അബൂ സുഫിയാൻ്റെ ഉപ്പാപ്പ. 2 പിന്നെ 3 അബ്ദുല്ലാഹ് ബിൻ ജുദ്ആൻ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതവുമായി ബന്ധമുള്ള ഒരാളാണ്. അവിടെ നിന്നാണല്ലോ ഹിൽഫുൽ ഫുസൂലെല്ലാം ഒരുമിച്ച് കൂട്ടിയത്, ഓരോ വീട്ടിൽ നിന്ന്. ഇതുപോലെ അബ്ദുല്ലാഹ് ബിൻ ജുദ്ആന് മറ്റൊരു ബന്ധമുണ്ട്, നമുക്കറിയാം. ഇത് അബ്ദുൽ മുത്തലിബ് പാപ്പ ആദ്യം കൂട്ടുകൂടിയത് ഈ ഉമയ്യത്തിനോടാണല്ലോ. പിന്നെ ഉമയ്യത്ത് ഒരുതരം അഹങ്കാരത്തിൻ്റെ ആളായിരുന്നു. എന്നിട്ട് ഒരു യഹൂദിനെ കൊന്നുകളഞ്ഞു. കൊന്നതിനെന്താക്കിയാൽ നീയുമായുള്ള ബന്ധം പെട്ടാന്ന് പറഞ്ഞിട്ട് 100 ഒട്ടകം വാങ്ങിക്കൊടുത്തിട്ട് രണ്ടാമത് കൂറ് കൂട്ടിയത് ആരോടാണ്? അബ്ദുല്ലാഹ് ബിൻ ജുദ്ആനോടാണ്. ഹർബിനോട്. ഉമയ്യത്തിൻ്റെ മകൻ ഹർബ്. അതെ. പിന്നെ
ഹുവൈലിദ് ബിനു അസദ് ബിൻ അബ്ദുൽ ഉസ്സ. ഹുവൈലിദ് ഖദീജ ബീവിൻ്റെ ഉപ്പ ഹുവൈലിദ്. അവരുടെ ബാപ്പയാണ് അസദ്, അവരുടെ ബാപ്പയാണ് അബ്ദുൽ ഉസ്സ, അവരുടെ ബാപ്പയാണ് ഖുസൈ. അവരെല്ലാം ഖുസൈയിലേക്ക് എത്തും. ആളാണ് ആദ്യം ഖുസൈയുടെ കൊളത്തി വെച്ചത്. നമുക്ക് അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദു മനാഫ്, ഖുസൈ എന്നിങ്ങനെ ഇപ്പോഴുണ്ട്. ഉമ്മയ്യത്ത്, അബ്ദുഷംസ്, അബ്ദുഷംസിൻ്റെ മേലെ അബ്ദു മനാഫ്, ഖുസൈ. ഇനി അബ്ദുല്ലാനെ ജുദാൻ്റെ അടുത്തേക്ക് എത്തൂല. പിന്നെ ഹുവൈലിദ് ഇബിന് അസദ് ഇബിൻ അബ്ദുല്ലുദ്ദ ഇബിന് ഖുസൈ കണ്ട. വഹബ് ബിൻ അബ്ദു മനാഫ് ബിൻ സുഹറ. ആരാന്ന് മറ്റൊരാൾ? ആരാന്ന്? ആമിന ബീവിൻ്റെ ഉപ്പ. ആമിന ബീവിൻ്റെ ഉപ്പ വഹബ്. അങ്ങനെ അപ്പം നമ്മൾ അറിയപ്പെട്ട നേതാക്കന്മാർ ഇപ്പം എത്രയാളായി? ഫീ നാസിൻ മിൻ ബുജൂഹ് ഖുറൈശ്. അങ്ങനെ ഖുറൈശികളായ നേതാക്കന്മാർ വേറെ പലരും ഉണ്ട്. ഫഖദിമു അലൈഹി ബി സൻആ. സൻആയിലേക്കാണ് എത്തിയത്. സൻആ എന്നാൽ യമൻ്റെ തലസ്ഥാനം നിന്ന്. വഹുവ ഫീ റഅസി ഖസ്രിൻ ലഹു ഗുംദാൻ യുഖാലു ലഹു ഗുംദാൻ. അങ്ങനെ ഈ രാജാവ് എവിടെ ഇരിക്കുന്നുണ്ട്? ഖസ്റിൻ്റെ മേലെ, മാളികൻ്റെ മേലെ. ഗുംദാൻ എന്നാണ് പറയുന്നത്. ഖാല ഫസ്തഅ്ദനു അലൈഹി. അങ്ങനെ കുറേശികളായ കുറേ ആളുകൾ വന്നിട്ടുണ്ട് എന്നുള്ള വിവരം കൊടുത്തിട്ട് സമ്മതം ചോദിച്ചു. ഫഅദിന ലഹും. അവർക്ക് സമ്മതം കിട്ടി. നോക്കുമ്പോൾ ഫൈദൽ മലിക്കും മുത്തല്ലമ്മിഹും ബിൽ അബീർ. അബീർ അൽ അഖ്ലാത്തും മിന തീൻ. തീൻ എന്ന് പറയും. പല സുഗന്ധദ്രവ്യങ്ങളെ കൂട്ടിച്ചേർത്തിട്ട് ഒരു മിക്സ് ഉണ്ടാക്കും. പല മണം ഉണ്ടാകും. ഒരു മിക്സർ പല കൂട്ടിച്ചേർത്തിട്ട് അതെല്ലാം തേച്ചിട്ട് അയാളിങ്ങനെ ഇരിക്കുന്നുണ്ട്. യന്തിഫു അബീസ് മിസ്ക്. അതായത് മിസ്കിൻ്റെ ഇതുണ്ടല്ലോ ഒരിക്കുന്ന, അതിങ്ങനെ അയാളെ തലയിൽ നിന്ന് ഉടനതിൽ ഒരിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ നല്ല സുഗന്ധം പൂശിക്കൊണ്ടിട്ട് രാജാവ് ഇങ്ങനെ ഇരിക്കുകയാണ്. ബിൻ മഫറക്ക് റഹ്സി. നെറുകന്തലയിൽ നിന്ന് അത്തർ തേച്ചിട്ട് ഒലിക്കുന്നുണ്ട് ഇങ്ങനെ. വാൻ യമീനിഹി വാൻ ശമായിലിഹിൽ മുലൂക്ക്. ബലഭാഗത്തും വടഭാഗത്തും കുറേ രാജാക്കന്മാരിരിക്കുന്നുണ്ട്. വബ്ന ഉൽ മുലൂക്ക്. അതുപോലെ രാജാക്കന്മാരുടെ മക്കളുമുണ്ട്. വൽ മുക്കാവിൽ. മുക്കാവിൽ നിന്ന് പല ഉദ്യോഗങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട ഓരോ ആളുണ്ടല്ലോ മുക്കാവിലിങ്ങൾ, അവരും. ഫലമ്മ ദഖലു അലൈഹി. അങ്ങനെ നമ്മളെ ഖുറൈശി സംഘം അവിടത്തേക്ക് എത്തി. ദനാ മിൻ അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബ് അങ്ങോട്ടേക്ക് അടുത്ത്. അപ്പം മൂപ്പർക്കാണ് അപ്പോൾ എല്ലാത്തിനേക്കാളും വലിയ സ്ഥാനം. ഫസ്തഅ്ദനഹു ഫിൽ കലാം. അങ്ങനെ കുറച്ച് സംസാരിക്കട്ടെ എന്ന് സമ്മതം ചോദിച്ചു. ഫഖാല ലഹു. സൈഫ് പറഞ്ഞ്, സൈഫ് നമ്മുടെ രാജാവ്, ഇൻകുന്ത മിമ്മൻ യതകല്ലമു ബൈന യദൈ മുലൂക്കി അതിന്നാലക്ക. രാജാക്കന്മാരുടെ മുമ്പിൽ വെച്ച് സംസാരിക്കാൻ തരപ്പെട്ട ആളാണ് നിങ്ങളെങ്കിൽ സമ്മതം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം താങ്കൾ രാജാക്കന്മാരോട് സംസാരിക്കാൻ പ്രത്യേകം ഒരു യോഗ്യത വേണം. അപ്പോൾ അതിന് നമ്മൾ ഉപ്പാപ്പയത് മുൻപത്തിന്. ഫഖാല അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അയ്യുഹൽ മലിക്കു. തുടങ്ങട്ടെ. ഇന്നല്ലാഹ അസ്സ വജല്ല ഖദ് അഹല്ലക മഹല്ലൻ റഫീഅ. അല്ലാഹു തആല നിങ്ങൾക്ക് ഒരു ഉന്നതമായ ഒരു പദവിയിൽ നിങ്ങളെ ഇരുത്തിയിരിക്കുന്നു. ഷാമിഖം മനിഅ. മറ്റൊരാളുകൾക്ക് എതിർക്കാനോ അത് പിടിച്ചടക്കാനോ കഴിയാത്ത രീതിയിൽ ഉന്നതമായ എന്താ പറയുക, സുദൃഢമായ ഒരു സ്ഥാനമാണ് നിങ്ങൾക്ക് നൽകിയത്. വാമ്പതക മമ്പിത്തൻ താപത്ത് അറൂമത്തുഹു. അതിൻ്റെ തറവാടിത്തം വളരെ മെച്ചപ്പെട്ട ഒരു മമ്പിത്തിലാണ്, ഒരു കേന്ദ്രത്തിലാണ് നിങ്ങളെ അല്ലാഹു തആല മുളപ്പിച്ചിരിക്കുന്നത്. വഗുദിയത്ത് ജുർസൂമത്തുഹു. അതിൻ്റെ അസ്ല് നല്ല വളക്കൂറുള്ള നല്ല ഫലപുഷ്ടിയുള്ളതാണ്. എന്നുവെച്ചാൽ നിങ്ങളെ തറവാടും കുടുംബമെല്ലാം വളരെ ഉഷാറാന്ന് പറയാം. വസബത്ത അസ്ലുഹു വബസുക ഫർഉഹു. അതിൻ്റെ ശാഖകളൊക്കെ എന്തായി എല്ലാ നിലക്കും പടർന്ന് പന്തലിച്ചിരിക്കുന്നു. ഫീ അത്യ്യിബി മൗത്തിൻ. ഏറ്റവും നല്ല ഉന്നതമായ ഒരു സ്ഥലത്ത്. വാക്രമി മഅദിൻ. ഫഅൻത അബൈതൽ ലഅന റഅസുൽ അറബി വറബീഉഹാ. ഫഅൻതാൻ്റെ ബാക്കി ഏതാണ്? റഅസുൽ അറബ്. അറബികളെ നേതാവാണ് നിങ്ങൾ. യമൻ തലസ്ഥാന നഗരിയുമായിക്കൊണ്ടല്ലേ. അതിനോട് അബൈതൽ ലഅന എന്ന് പറഞ്ഞ രാജാവിനോട് പറയുമ്പോൾ എന്താക്കുക, ഇടയ്ക്ക് നമ്മൾ ഇംഗ്ലീഷിൽ പറയില്ലേ, ഹിസ് ഹൈനസ് എന്നൊക്കെ പറയില്ലേ ഇപ്പം ഒരാളെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ മാതിരി ഇടയ്ക്കൊരു വാക്കാണ് അബൈത്തുൽ ലഅന.
വെച്ചാൽ നിങ്ങൾ നല്ല സ്വഭാവത്തിൻ്റെ ആളാണ് എന്ന് അതിൻ്റെ ചുരുക്കക്കാരേ ഉള്ളൂ. നിങ്ങൾ ആരെയും ആക്ഷേപിക്കൂല, ആരെയും ശ്രമിക്കൂല, നിങ്ങൾ നല്ല സ്വഭാവത്തോടെ പെരുമാറുന്ന ആളാണെന്ന് ബഹുമാനിച്ച് പറയാൻ വേണ്ടി അബൈത്തല്ലായനാന്ന് കൂട്ടിക്കൊടുക്കും. പിന്നെ റബീഉഹല്ലദീ തഖ്സിബു ബിഹി, അതിൻ്റെ വസന്തകാലമാണ്. വാൻത അയ്യുഹൽ മലിക്കു റഅസുൽ അറബില്ലദീ ലഹു തൻഖാദ്, നിങ്ങൾ അറബികളുടെ രാജാവാണ്, അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ എല്ലാവരും കീഴൊതുങ്ങും. വഅമൂദുഹല്ലദീ അലൈഹൽ ഇമാദ്, എല്ലാം കയറ്റിവെക്കാൻ പറ്റിയ ഒരു തൂണാണ് നിങ്ങൾ, നെടുംതൂണ് എന്ന് പറയില്ലേ. വമാക്കനിഹല്ലദീ തൽജഉ ഇലൈഹിൽ ഇബാദ്, അടിമകളെല്ലാവരും അഭയം പ്രാപിക്കുന്ന ഒരു അഭയകേന്ദ്രവുമാണ് നിങ്ങൾ. പിന്നെ സലഫുക ലനാ ഖൈറു സലഫ്, നിങ്ങളെ മുൻകഴിഞ്ഞ ആളുകൾ നമുക്ക് നല്ല ആളുകളായിരുന്നു, ഖൈറു സലഫാണ്. വഅൻത ലനാ മിൻഹും ഖൈറു ഖലഫ്, ശേഷം വന്ന ആൾ നിങ്ങളും നല്ലൊരാളാണ്. വലം യഹ്ലികു മൻ അൻത ഖൽഫുഹു, നിങ്ങൾ ആരുടെ പിൻഗാമിയാണോ അവർ എന്താകില്ല, ഹലാക്കായി പോകില്ല. വലം യഹ്മൽ വിക്രു മൻ അൻത സലഫഹു, നിങ്ങൾ ആരുടെയെങ്കിലും മുൻഗാമിയായിട്ടുണ്ടെങ്കിൽ അവരുടെ വാർത്തകളും അവരുടെ ശ്രുതികളും മൂടപ്പെട്ടു പോകില്ല. നഹ്നു അയ്യുഹൽ മലിക്കു അഹ്ലു ഹറമില്ലാഹി വസദനത്തു ബൈത്തിഹി, ഞങ്ങളെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഹറമിൻ്റെ അഹലുകാരാണ്, അവൻ്റെ കാബയെ സംരക്ഷിക്കുന്ന അതിൻ്റെ പരിപാലകന്മാരുമാണ്. അഷ്ഹസിനായിലേക്കല്ലതി അബ്ഹജന ലി കശ്ഫിക്കൽ കറബില്ലതി ഖദഹന ഫനഹനു വഫദുൽ തഹനിയത്തി ലാ വഫദുൽ മുർസിയ, പരിഹസിക്കാനോ അല്ലെങ്കിൽ കളിതമാശയാക്കാനോ വന്ന സംഘമല്ല, നിങ്ങളെ മംഗളം ആശംസിക്കാൻ വേണ്ടി വന്നവരാണെന്നുണ്ടാക്കി ഇവിടെ പരിചയപ്പെടുത്തി കൊടുത്തു. ഫഖാല സൈഫ് ബിൻ ദിയസൻ പറഞ്ഞു, വയ്യുഹും അൻത അയ്യുഹൽ മുത്തകല്ലിം, ഈ സംസാരിച്ചാണ് ഏത് കൂട്ടത്തിലാണ്, ആരാന്ന് പബല്ലേ. ഖാല അൽ അബ്ദുൽ മുത്തലിബ് ഇബ്നു ഹാഷിം ഇബ്നു അബ്ദു മനാഫ് എന്ന് പറഞ്ഞിട്ട്. ഖാല ഇബ്നു ഉഖ്തിന, നമ്മളെ ഉഖ്തിൻ്റെ ആളല്ലേ എന്ന് പറഞ്ഞു മോനെ. ഖാല നഅം. ഖാല ഫഅദിനാഹു, അപ്പോൾ അബ്ദുൽ മുത്തലിബിന് പ്രത്യേകമായ പദവി കൊടുത്തു. സുമ്മ അക്മല അലൈഹി വഅലൽ ഖൗമി, പിന്നെ ജനങ്ങളിലേക്കും അബ്ദുൽ മുത്തലിബിലേക്കും ജനങ്ങളിലേക്കും സൈഫ് എന്താക്കി മുന്നിട്ട്. ഫഖാല മർഹബൻ വ അഹ്ല വനാഖതൻ വറഹില വമുസ്തലാഖൻ സഹില വമുൽക്കൻ റിബഹില എന്ന് പറഞ്ഞ എല്ലാം സ്വാഗതം സ്വാഗതം എന്ന് പറയുന്ന ഓരോ വിധങ്ങളായ വാക്കുകൾ. അറബിയിലെ ഇപ്പോൾ കൈഫാലുക്ക ഇങ്ങനെ ചോദിച്ചാൽ ചോദിക്കുന്ന ഏർപ്പാട് എന്ന് പറഞ്ഞ മാതിരിയുള്ളതാണ് മർഹബൻ വ അഹ്ല വനാഖതൻ വറഹില. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടതെല്ലാം ഇവിടെ ഉണ്ട്, ഇവിടെ താമസിക്കുന്നെങ്കിൽ താമസ സൗകര്യമുണ്ടതാണ് മർഹബ. ഇവിടെ ആദ്യം ഒരു കുടുക്കില്ല, തിന്നുന്നതിന് കുടിക്കുന്നതിന് കുഴപ്പമില്ല. വാഹനത്തിൻ്റെ ആവശ്യമാണെങ്കിൽ നാക്കത്തുണ്ട്, വാഹനങ്ങളുമുണ്ട്. അതുപോലെ അതിനെല്ലാം പിടിച്ച് കെട്ടാനുള്ള പാർക്ക് ചെയ്യുവാനുള്ള സ്ഥലങ്ങളുണ്ട്. എന്നുവെച്ചാൽ മൊത്തത്തിൽ സൗകര്യപ്രദമായ സ്ഥലത്താണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. ഇത് അത് അബ്ദുൽ മുത്തലിബിൻ്റെ ഉപ്പാൻ്റെ അബ്ദുൽ മുത്തലിബിൻ്റെ കുടുംബയുടെ മദീനയിലല്ലേ, അത് ഈ സൈഫിൻ്റെ ബന്ധവുമായി കണക്കൂട്ടി കഴിഞ്ഞാൽ അതിങ്ങനെ കണക്ഷൻ കിട്ടും. യമൻകാർ പണ്ടേ അടിസ്ഥാനപരമായ രാജാക്കന്മാരായിരുന്നല്ലോ. ഏത് അതെ യുഅത്തി അതാഅൻ ജസല, യുഅത്ത അതാഅൻ ജസല, നിങ്ങൾക്ക് നല്ല ദാനധർമ്മങ്ങളും വേണ്ടപ്പെട്ട എല്ലാ സൗകര്യങ്ങളും കിട്ടും. ഒരു പിശുക്കും ഒരു ഞെരുക്കവും ഇവിടെയില്ല. വഖദ് സമിഅൽ മലിക്കു മഖാലതക്കും, നിങ്ങളുടെ സംസാരങ്ങൾ രാജാവ് ശരിക്കും കേട്ടിട്ടുണ്ട്. വാറഫ ഖറാബത്തക്കും, നിങ്ങളും തമ്മിലുള്ള ബന്ധം അയാൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വഖബില വസീലത്തക്കും, നിങ്ങളുടെ വസീല സ്വീകരിച്ചിട്ടുമുണ്ട്. ഫഅൻതും അഹ്ലുൽ ലൈലി വന്നഹാർ വലക്കുമുൽ കറാമത്തു മാ അഖംതും, നിങ്ങളിവിടെ താമസിക്കുന്ന കാലത്തോളം രാത്രിയാവട്ടെ പകലാവട്ടെ നിങ്ങൾക്ക് എല്ലാ സ്വാഗതവും. വൽ ഹിബാഉ ഇദാ ലഅൻതും, നിങ്ങൾ യാത്ര പോകുന്ന അവസരത്തിൽ നിങ്ങൾക്കെന്തുണ്ട്, മാ യുക്രമ ബിഹി റജുലൻ എന്ന് വെച്ചാൽ യാത്ര പോകുന്ന ആൾക്ക് ആദരിച്ച് കൊടുക്കുന്ന ഓരോ സാധനങ്ങളുണ്ട്, എല്ലാം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഇൻഹദു ഇലാ ദാറുൽ ളിയാഫ അതുൽ മഫൂൽ, ദാറുൽ ളിയാഫത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞു. അതായത്
അവർക്ക് സ്വന്തം താമസിക്കുന്ന വീട്ടിൽ പൊതുവേ ലൈഫിൽ താമസിക്കൂല. അന്ന് സർവോനി പറഞ്ഞില്ലേ, ഞാൻ ചോദിച്ചല്ലോ നിങ്ങളെ കുടുംബസമേതം താമസിക്കുന്ന സ്ഥലമാണോ? അല്ല, ഇത് ബൈത്തുൽ നുയൂർ. നമ്മളിവിടെ വന്ന സർവോനി നമ്മൾ ക്ലാസ് അടിക്കാൻ വന്നില്ലെന്ന് പള്ളിയിൽ കാണത്തിന് വന്നേ. അദ്ദേഹം വിളിക്കാൻ അയച്ചിട്ട് പോയി. ഞമ്മല്ലോ മക്കളെ എല്ലാവരും കൂട്ടിയിട്ട് വരണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ വാമരളഹുബിൻ ഇൻസാൽ, എന്നിട്ട് അവിടെ ഗസ്റ്റ് റൂമിലേക്ക് താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്തു. ഫഅഖാമൂ ഷഹ്റൻ, ഒരു മാസം അവിടെ താമസിച്ചു. ലാ യസ്ലൂന ഇലൈഹി, എന്തോ ഇവർ രാജാവിലേക്കും പോകില്ല, രാജാവ് ഇങ്ങോട്ടും വരില്ല, തിന്നാനും കുടിക്കാനുള്ള സൗകര്യം അല്ലെങ്കിലും രാജാവായിട്ട് കണ്ടുമുട്ടില്ല. വല യംറുഹും ബിൽ ഇൻസറാഫ്, എന്നാൽ പോയിക്കോ എന്ന് പറയോ അതുമില്ല. ഒരു മാസം അവിടെ തിന്ന് കുടിച്ചിട്ട് എന്താക്കി ഉഷാറായിട്ട് കഴിച്ചു കൂട്ടി. സുമ്മന്തബഹലഹും ഇന്തിബാഹ, അങ്ങനെ അപ്പോഴാണ് രാജാവിന് ഓർമ്മ വന്നത് കുറച്ച് ആളുകൾ താമസിക്കുന്നുണ്ടല്ലോ, നമുക്ക് എന്താ അവസ്ഥ എന്താണ്. ഫാറസലയിലെ അബ്ദുൽ മുത്തലിബ് പാറ്റ അയച്ച് ദൂനഹും, മറ്റുള്ള ആളെയൊക്കെ നോക്കിയില്ല, അബ്ദുൽ മുത്തലിബിനൊന്ന് കാണണം പറഞ്ഞു. ഫലമ്മാ ദഖല അബ്ദുൽ മുത്തലിബി, അങ്ങനെ അബ്ദുൽ മുത്തലിബ് എത്തിയപ്പോൾ അതിനാഹു ഖറബ മജ്ലിസഹു വസ്തഹബാഹു, അടുത്ത് സീറ്റ് കൊടുത്ത് മജ്ലിസ് അടുപ്പിച്ചിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. സുമ്മക്കാല യാ അബ്ദുൽ മുത്തലിബ് ഇന്നി മുഫ്ലിൻ ഇലൈക മിൻ സിദ്ദി ഇൽമി, ഞാൻ നിങ്ങളിലേക്ക് അറിയിച്ചു തരികയാണ്, നിങ്ങൾ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ അറിയിച്ചു തരുന്നു ഒരു രഹസ്യമായ അറിവ്. മാലവ് കഴിവൊക്കെ യക്കൂനുലം അബുഹബിഹി, നിങ്ങളല്ലായിരുന്നുവെങ്കിൽ ഞാനത് തുറന്നു പറയൂല. അപ്പം അബ്ദുൽ മുത്തലിബിൻ്റെ പ്രത്യേക ഒരു പദവിയുണ്ട്. വലാകിൻ വജത്തുക മാദിനഹു, നിങ്ങൾക്ക് പറയാൻ പറ്റിയ ഒരു കേന്ദ്രമായി ഞാൻ നിങ്ങളെ മനസ്സിലാക്കുന്നത്. ഫാത്തിലാത്തുക തിൽ അഹു, അതിൻ്റെ ഉള്ളും കള്ളിയും രഹസ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ വെളിപ്പെടുത്തി തരും. ഫല്യക്കുൻ ഇന്തൊക്കെ മൊത്തമിയ, പക്ഷെ നിങ്ങളെന്തുവാണോ അങ്ങോട്ട് പോയിട്ട് ആരോടെല്ലാം പറഞ്ഞിട്ട് പരസ്യപ്പെടുത്താൻ പാടില്ല, വളരെ രഹസ്യമാക്കി സൂക്ഷിച്ചു കൊള്ളണമെന്നും പറഞ്ഞു. ഹത്താ യഅ്ദനല്ലാഹു അസ്സ വജല്ല ഫീ, അതിൽ അല്ലാഹു തആല തന്നെ സമ്മതം നൽകുന്ന സമയമുണ്ട്, ആ സമയത്തേ പറയണ്ടു. ഫഇന്നല്ലാഹ ബാലിഗു അംദിഹി, അതിൻ്റെ കാര്യം അല്ലാഹു തആല പൂർത്തിയാക്കും. എന്താ പറയുന്നത്? ഇന്നി അജിദു ഫിൽ കിതാബിൽ മഖ്നൂൻ വൽ ഇൽമിൽ മഖ്സൂൻ, പൊതുവേ പൊതുജനങ്ങൾക്ക് അറിയപ്പെടാത്തതുമായ രഹസ്യമാക്കി വെച്ച കിതാബിൽ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അല്ലദി ഇഖ്തന്നഹു ലിഅൻഫുസിന, അത് നമുക്ക് സ്വന്തം സൂക്ഷിച്ചു വെച്ചതാണ് ആ കിതാബ്. വഹത്തജബിനാഹു ദൂന ഗൈരിന, മറ്റുള്ള ആളുകൾക്ക് കൊടുക്കാതെ കണ്ട് നമ്മളെന്താക്കി മൂടി വെച്ചതുമാണ്. ഖബറൻ അദീമൻ, ഒരു വമ്പിച്ച ഖബർ. വഖതറൻ ജസീമൻ, ഒരു വാർത്ത. ഫീഹി ശറഫുൽ ഹയാ, അതിലെന്തുണ്ട്? ഹയാത്തിൻ്റെ മഹത്വങ്ങൾ മുഴുവൻ അടങ്ങിയിട്ടുണ്ട്. വഫളീലത്തുൽ വഫാത്തി ലിന്നാസി കാഫ വലിറഹ്തിക ആമ്മ, വഫാത്ത് മരണത്തിൻ്റെ ഫളീലത്തും അതിലുണ്ട്, അതായത് നല്ല നിലക്ക് അത് പൊതുവേ ജനങ്ങൾക്കുമുണ്ട്, നിങ്ങളെ കുടുംബത്തിൻ്റെ പ്രത്യേകം വലക ഖാസ. അപ്പോൾ ആയിരിക്കല്ലോ, ഒന്ന് ജനങ്ങൾക്ക് പൊതുവെ ഖാസ, മറ്റുപോലെ അറബികൾക്ക് പ്രത്യേകിച്ച്. അറബികളുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾക്ക് ഖാസായിക്കൊണ്ടു, ഒരു വ്യക്തിക്ക് മാത്രം. കാല അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മിസ്ലുക അയ്യുഹൽ മലിക് സർറ വബറ, വല്ലാത്ത രാജാവ്, വളരെ സന്തോഷിപ്പിച്ച് വളരെ ഉപകാരം ചെയ്ത രാജാവ്. അപ്പം എന്താണ് ആ വാർത്ത? എനിക്ക് കേൾക്കാൻ വല്ലാത്തൊരു താല്പര്യം. ഫിദാക അഹ്ലുൽ വബരി സുമറൻ ബഅദ സുബർ, കൂട്ടത്തിന് ശേഷം ഒരു കൂട്ടമായിക്കൊണ്ട് ഒട്ടകത്തിൻ്റെ ഹലികാർ. വബർ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഒമിൻ ഔബാരിഹ, അവരെല്ലാം നിങ്ങൾക്ക് ദാനമാണ്. ആ രൂപത്തിൽ ആ രാജാവിനെ ബഹുമാനിച്ച് പറഞ്ഞ വാക്കാം. കാല ഇദാ വലിദ ബി തിഹാമത ഗുലാമും ബിഹി അലാമ, തിഹാമയിൽ ഒരു കുട്ടി ജനിക്കും, ആ കുട്ടിയിൽ ഒരു പ്രത്യേക അലാമത്തുണ്ട്. ആരാണ് കുട്ടി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയാണ് പറയുന്നത്. ബൈന കത്തിഫൈഹി ഷാമത്തുൻ, രണ്ട് ചുമരിൻ്റെ ഇടയിൽ ഖാത്തമുൻ നബുവത്തിൻ്റെ അലാമത്തുണ്ട്. കാനത്ത് ലഹുൽ ഇമാമ, ലോകത്തിൻ്റെ മുഴുവൻ നേതൃത്വം അവർക്കായിരിക്കും. വലക്കും ബിഹി സആമ, നിങ്ങൾക്കാണെങ്കിലോ അഭിമാനിക്കാനുള്ള കാര്യമായി. ആ നേതാവിൻ്റെ ഉപ്പാപ്പയാണല്ലോ നിങ്ങൾ, അല്ലേ? ഇലാ യൗമിൽ ഖിയാമ. കാല അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, അബൈത്തല്ലാന, നേരത്തെ പറഞ്ഞ മാതിരി അബൈത്തല്ലാന ലഖദ് ഇബ്തു ബിഖൈരി മാ ആബ ബിഹി വാഫിദ് ഖൗമിൻ, എവിടെയെങ്കിലും ഒരു സംഘം ചെന്നിട്ടുണ്ടെങ്കിൽ ആ സംഘം മടങ്ങിയ ഏറ്റവും ഹൈറായ ഒന്നുകൊണ്ട് ഞാൻ ഇതാ മടങ്ങുന്നത്.
എനിക്ക് കിട്ടിക്കഴിഞ്ഞു. വലൗല ഹൈബത്തുൽ മലിക് വഇളാമുഹു വഇജ്ലാലുഹു, രാജാവിനോടുള്ള ബഹുമാനവും രാജാവിനോടുള്ള ആദരവും എനിക്കില്ലായിരുന്നുവെങ്കിൽ ലസഅൽതുഹു മിൻ ബിശാറത്തിഹി ഇയ്യായ മാ അസ്ദാദ ബിഹി സുറൂറ, എനിക്കൊരു സന്തോഷ വാർത്ത അറിയിച്ചല്ലോ, ആ സന്തോഷ വാർത്ത കൂടുതൽ വ്യക്തമാക്കി പറയാൻ ഞാൻ തേടുമായിരുന്നു. അബ്ദുൽ മുത്തലിബിന് സംസാര ശൈലിയുണ്ട്, കൂടുതൽ പറയണമെന്നല്ല. രാജാവിനോട് വലിയ ബഹുമാനമുണ്ട്, അതില്ല എന്നുവെങ്കിൽ ഇന്നെല്ലാം പറഞ്ഞിട്ട് തുടങ്ങിയിട്ടാണ് എന്താക്കുന്നത്, മാ അസ്ദാദ ബിഹി സുറൂറ, എനിക്ക് സന്തോഷം വർദ്ധിക്കുവാൻ ആവശ്യമായ ആ സന്തോഷ വാർത്ത കൂടുതൽ പറയാൻ താല്പര്യമുണ്ട്. കാല സൈഫ് പറഞ്ഞു, ഹാദാ സമനുഹു അല്ലദീ യൂലദു ഫീഹി, ആ കുട്ടി ജനിക്കുവാനുള്ള കാലം ആയിരുന്നല്ലോ ഈ കാലം, ഞങ്ങൾക്ക് അപ്പുറം 2 വയസ്സുണ്ട്. അവക്കെന്താ ജനിച്ചിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞു. കാലമായി എന്ന് മാത്രമല്ല, ഇസ്മുഹു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, പേര് മുഹമ്മദ് എന്നാണ്. ബൈന കത്തിബൈഹി ഷാമ, ചുമലിൻ്റെ ഇടയിൽ നുബുവത്തിൻ്റെ അലാമത്തുണ്ട്. യമൂത്തു അബൂഹു വ ഉമ്മുഹു, ഉമ്മയും ബാപ്പയും വഫാത്തായിട്ടുണ്ടാവും. പപ്പ അറിയുന്ന അവസരത്തിൽ ഉമ്മ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വഫാത്താകും. അപ്പോൾ ചുരുക്കത്തിൽ ഉപ്പ നേരത്തെ വഫാത്തായി, എൻ്റെ ഉമ്മയും വഫാത്താകും. വയക്ഫുലുഹു ജദ്ദുഹു അമ്മുഹു, ആദ്യം ഉപ്പാപ്പ ഏറ്റെടുക്കും, പിന്നീട് അമ്മ ഏറ്റെടുക്കും. അതാ ഉപ്പാപ്പുള്ളത്. വഖദ് വജദ്നാഹു മിറാറ, ഇത് നമ്മൾ പല സ്ഥലത്തും കണ്ടെത്തിയിട്ടുണ്ട്. വല്ലാഹു ബാഇസുഹു ജിഹാറ, പരസ്യമായിക്കൊണ്ട് തന്നെ ജനങ്ങളിലേക്ക് അല്ലാഹു തആല അറിയിക്കും. വജാഇലു ലഹു മന്നൻ അൻസാറ, അവർക്ക് ഒരുപാട് അൻസാരിമാരെ അള്ളാഹുവിൻ്റെ ഉപകാരം കൊണ്ടാക്കി കൊടുക്കും. യുഇസ്സു ബിഹിം ഔലിയാഅഹു, അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ എന്താക്കും, അവരെ കൂടെ ഇസ്സത്താക്കും. വയുദില്ലു ബിഹിം അഅദാഅഹു, ശത്രുക്കളെ അള്ളാഹു തആല പരാജയപ്പെടുത്തുകയും ചെയ്യും. വയദ്രിബു ബിഹിൻ നാസു അൻ അർളി വയസ്തബിഹു ബിഹി കറായിമൽ അർള്, ജനങ്ങളെന്താക്കും, പരാജയപ്പെടുത്തേണ്ടവരെ പരാജയപ്പെടുത്തിയിട്ട് നല്ല ഭൂമികളും മറ്റും ഇവർക്ക് അള്ളാഹു തആല ഓശാരമായി കൊടുക്കും. വയഅബ്ദുർ റഹ്മാനായ അള്ളാഹുവിനെ അവർ ആരാധിക്കും. വയദ്ഹറു ശൈത്വാൻ, അവർ പരാജയപ്പെടുത്തും. പിന്നെ വയുഹ്മിലുൻ നീറാൻ, തീകളെല്ലാം കെടുത്തിക്കളയും ആരാധിക്കപ്പെടുന്നത്. വക്സിറുൽ ഔസാൻ, ബിംബങ്ങളെ ഉടക്കും. ഖൗലുഹു ഫസ്ലുൻ, അവരുടെ കാര്യം പറഞ്ഞാൽ അത് വളരെ വ്യക്തമാണ്. വഹുക്കുമുഹു അദ്ലുൻ, അവരുടെ ഹുക്കുമ് വളരെ നീതിപൂർവമാണ്. യഅ്മുറു ബിൽ മഅറൂഫി വയഫ്അലുഹു, മഅറൂഫായ കാര്യം കൽപ്പിക്കുകയും അത് സ്വന്തം തന്നെ പ്രവർത്തിക്കുകയും ചെയ്യും. വയൻഹാ അനിൽ മുൻകരി വയുബ്തിലുഹു, മുൻകറായ കാര്യം വിരോധിക്കും, അതിനെ ബാത്തിലാക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് ആ കുട്ടി ചെയ്യാൻ വരാൻ പോകുന്ന പദ്ധതി എന്ന് പറയുന്നത്. കാല അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, അയ്യുഹൽ മലികു അസ്സ ജാറുക വസഇദ ജദ്ദുക വഅലാ കഅബുക വനമാ അംറുക വതാല ഉംറുക വദാമ മുൽകുക, എല്ലാം ബഹുമാനിച്ചിട്ട് അന്ന് വരുന്നു. ഫഹലൽ മലിക് സാരി ബി ഇഫ്സാഹിൻ, കുറച്ചും കൂടി വ്യക്തമാക്കേണ്ട രാജാവ് പറഞ്ഞു കിട്ടിയെങ്കിൽ ഒരാശ. അപ്പോൾ അത് ബാലലീലായി കുറച്ച് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്, എന്നാലും കുറച്ചും കൂടി കിട്ടിയാൽ അത്രയും നന്നായിനേന്ന്. ഫക്കാല സൈഫ് പറയുന്നു, വൽ ബൈത്ത് ദിൽ ഹുജുബ്, എല്ലാം പ്രാസപ്പിച്ച മക്കളായിരിക്കും. വൽ ബൈത്ത് ദിൽ ഹുജുബ് വൽ അലാമാത്തി അലൻ നുസുബ് ഇന്നക യാ അബ്ദുൽ മുത്തലിബ് ലജദ്ദുഹു ഗൈറു കദിബ്. അബ്ദുൽ മുത്തലിബെ, കാബത്തിൻ്റെ തന്നെ സത്യം, നിങ്ങൾ ആ കുട്ടിൻ്റെ ഉപ്പാപ്പയാണല്ലോ. അവിടത്തേക്ക് എത്തി. കാല ഫഖറു അബ്ദുൽ മുത്തലിബ് ഫഖറ അബ്ദുൽ മുത്തലിബ് സാജിദൻ, ഇത് പറഞ്ഞപ്പോൾ അബ്ദുൽ മുത്തലിബ് അവர்கள் അല്ലാഹു തആലാക്ക് സുജൂദ് ചെയ്തു. ഫഖാല ഇർഫഅ റഅസക ഫഖദ് സലദ സദറുക വഅലാ അംറുക ഫഹൽ ഹസസ്ത ശൈഅൻ മിമ്മാ ദക്കർതു ലക, ഓ ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് നല്ലോണം മനസ്സിൽ തട്ടിയിട്ടുണ്ടല്ലേ, നിങ്ങളെ കാര്യം വളരെ നേടി. ഖാല അബ്ദുൽ മുത്തലിബ് നഅം അയ്യുഹൽ മലികു ഇന്നഹു കാന ലി ഇബ്നുൻ, എനിക്കൊരു മകനുണ്ടായിരുന്നു. വകുന്തു ബിഹി മുഅജബൻ, ആ മകൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ അത്ഭുതമാണ്. വഅലൈഹി റഖീഖൻ, അവനോട് വളരെയധികം കാരുണ്യത്തിൽ ഞാൻ പെരുമാറിയിട്ടുണ്ട്. ഫസബ്ബൈതുഹു കരീമത്തൻ മിൻ കറായിമി ഖൗമി ആമിനത ബിൻത വഹബ് ബിൻ അബ്ദ് മനാഫ് ബിൻ സുഹറ. അതാ ആമിന ബീവി കെട്ടിച്ചു കൊടുത്തതെന്ന് പറഞ്ഞാൽ അബ്ദുല്ലാനെ കെട്ടിച്ചു കൊടുത്തത്.
ഫജാഅത്ത് ബി ഗുലാമിൻ, അതിൽ നിന്ന് ഒരു കുട്ടിയുണ്ടായി. സമ്മൈതുഹു മുഹമ്മദ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നിങ്ങൾ പറഞ്ഞതിലേക്ക് അബ്ദുൽ മുത്തലിബ് എത്തിച്ചു കൊടുത്തു. മാത അബൂഹു വ ഉമ്മുഹു, നിങ്ങൾ പറഞ്ഞ പോലെ അതിൻ്റെ മാതാവും പിതാവും മരിച്ചു. വകഫൽതുഹു അന വ അമ്മുഹു, ഞാൻ ഇപ്പം ഏറ്റെടുത്തിട്ടുണ്ട്. എൻ്റെ മകനല്ലേ അബൂ താലിബ്, അതും അമ്മ. ബൈന കത്തിഫൈഹി ഷാമത്തുൻ വഫീഹി കുല്ലു മാ ദക്കർതു മിൻ അലാമ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞ അലാമത്ത് പറഞ്ഞതെല്ലാം ആ കുട്ടിയിലുണ്ടെന്ന്. കാല സൈഫ് പറഞ്ഞ് ഇന്നല്ലദീ ദക്കർതു ലക കമാ ദക്കർതു ലക, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ അത് ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. ഫഹത്തഫിൽ ബി ഇബ്നിക, അതുകൊണ്ട് മകനെ വളരെയധികം ശ്രദ്ധിക്കണം. എന്തുകൊണ്ട്? ജൂതന്മാർ വഹദർ അലൈഹിൽ യഹൂദ്, യഹൂദികൾ ഏതൊരവസരത്തിലും എന്താക്കും? ബുദ്ധിമുട്ടാക്കും. അത് അബൂ താലിബിനോടും പറഞ്ഞിട്ട് യാത്ര നിർത്തിവെച്ചില്ലേ? ഫൈന്നഹും ലഹു അദാ, ജൂതന്മാർ നിങ്ങളെ മകൻ്റെ ശത്രുവാണ്. പക്ഷെ വലഞ്ഞ അല്ലാഹു ലഹും അലൈഹി സബീല, അവരെ ബുദ്ധിമുട്ടാക്കാനോ ഇടങ്ങേറാക്കാനോ ജൂതന്മാർക്ക് എന്താക്കില്ല, ഒരു മാർഗവും കിട്ടൂല. പക്ഷെ അവർ ശ്രമിക്കും. ഓത്തബിമാ ദക്കർതുലക ദൂന ഹൗലായി റഹത്തില്ലദീന മാക്, നിങ്ങളെ കൂടെ വേറുന്ന കുറേ ആളുണ്ടല്ലോ, അവരോടൊന്നും കള്ളി പറയണ്ടേ, അവർക്ക് എന്താക്കും നിങ്ങളുടെ ആശങ്ക തോന്നിയത്. മനസ്സിലാ? ഫൈന്നീ ലസ്തു ആമനു അൻ തദ്ഖുലഹും നഫാസ, അവർക്ക് എന്താക്കും ഒരു അരിശം തോന്നിക്കളിയും. നമുക്ക് കിട്ടാത്തൊരു നേട്ടം ആർക്ക് കിട്ടി? അബ്ദുൽ മുത്തലിബിന് കിട്ടിയിട്ടുണ്ടല്ലോ. മിൻ അൻ തകുലഹു ദിയാസ, അതുകൊണ്ട് ദിയാസത്ത് നിങ്ങൾക്ക് കിട്ടും, അത് അവർക്ക് കിട്ടൂലല്ലോ. ഫയബ്ഖൂന ലഹുൽ വബാഇല വയൻസിബൂന ലഹുൽ ഹബാഇൽ, അങ്ങനെ നിങ്ങളെ കൊടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ മല വിരിച്ചേക്കും, അല്ലെങ്കിൽ പല തന്ത്രങ്ങളും അവരെന്താക്കും? ആലോചിക്കും. വഹും ഫായിലൂന ഔ അബ്ന, അവരല്ലെങ്കിൽ അവരുടെ സന്താന പരമ്പരയിൽപ്പെട്ട ആരെങ്കിലും അത് ബുദ്ധിമുട്ടാക്കും. വലൗലാ അൻ യഅലമു അന്നൽ മൗത മുജ്താഹി ഖബല മബ്അസിഹി, മരണം എന്നുള്ളത് എന്നെ കൊയ്ത് കളയും എപ്പം അവർ രംഗത്ത് വരുന്നതിന് മുമ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രംഗത്ത് വരുന്നതിന് മുമ്പായിട്ട് മരണം എന്നെ കൊയ്ത് കളയും. ലസിർതു ബി ഖൈരി വറജലി, എല്ലാത്ത പക്ഷം ഞാനെന്താക്കും? ഞാൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കുതിരയും പട്ടാളത്തിനെല്ലാം കൂട്ടിയിട്ട് ഞാൻ എന്താക്കും? അവിടത്തേക്ക് പോകും. ഹത്താ സീറു യസ്രിബ ദാറ മുൽക്കി, എന്നിട്ടോ മദീന എൻ്റെ മുൽക്കിൻ്റെ നാടാക്കി, തലസ്ഥാന നഗരിയാക്കി ഞാൻ മാറ്റും. ഇപ്പം യമനാണല്ലോ. ഫഇന്നി അജിദു ഫിൽ കിതാബിൻ നാതിഖ് വൽ ഇൽമി സാബിഖ് അന്നബി യസ്രിബ് ഇസ്തിഹ്കാമു അംദിഹി, യസ്രിബിൽ വെച്ചാണ് ആ നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാര്യങ്ങളെല്ലാം ശരിക്ക് വരുമെന്ന്. അത് മുമ്പ് ഇതില്ല, ഒരു സ്വസ്ഥതയില്ലാത്ത രംഗമാണല്ലോ മദീന, മക്കയിൽ. അപ്പോൾ മൗലിയ ഖബരിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖബറിൻ്റെ സ്ഥലം എവിടെയാണ്? ബഹ്ലു നുസ്രത്തിഹി, തങ്ങളെ സഹായിക്കുന്ന അൻസാരിമാരുടെ നാടും അവിടെയാണ് എന്നെനിക്കറിയാം. വലൗല അന്നി അഖീഹി മിനൽ ആഫാത്തി വഹദർ അലൈഹി അഹാത്തിൽ ഔതത്ത് അസ്നാൻ അൽ അറബി കഅബഹു വല അഅലൻതു അലാ ഹദാസത്തി മിൻ സിന്നിഹി ദിക്റഹു വലാകിന്നി സാരിഫുൻ ഇലൈക ദാലിക മിൻ ഗൈരി തഖ്സീർ ബിമൻ മഅക്. ആഫാത്തിനെ തൊട്ട് കാക്കലും അതുപോലെ ആഹാത്തുകൾ വരുന്ന പേടിയില്ലെങ്കിൽ ഞാനെന്താക്കും? ലൗതത്ത് അസ്നാൻ അൽ അറബി കഅബഹു, അറബികളെ എല്ലാവരെയും തങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടി ഞാൻ വിട്ടുകൊടുക്കും. അവരെ ചെറുപ്പത്തിൽ തന്നെ ഞാനെന്താക്കും? ആ വിവരം ഞാൻ പരസ്യപ്പെടുത്തി പറയും. പക്ഷേ അത് ഞാൻ നിങ്ങളാക്കുന്നത് നിങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. അബ്ദുൽ മുത്തലിബിനോട് പറഞ്ഞു. സുമ്മ അമർ ലിക്കുല്ലി വാഹിദിൻ മിൻഹും ബിമിഅത്തിൻ മിനൽ ഇബിൽ, പിന്നെ ഓരോരുത്തർക്കും 100 ഒട്ടകം കൊടുക്കാൻ പാസാക്കി. വാശറത്ത് അഅബുദിൻ, 10 അടിമകളെ കൊടുക്കാൻ. വാശറത്ത് ഇമാൻ, 10 അടിമ സ്ത്രീകളെ കൊടുക്കാൻ. വആശറത്ത് അർത്താലി മിൻ ഫില്ല, വെള്ളിയിലെ 10 റാത്തൽ കൊടുക്കാൻ. വഖംസത്ത് അർത്താലി ദഹബ, സ്വർണത്തിൻ്റെ 5 റാത്തൽ കൊടുക്കാൻ. നല്ല ഗുണല്ലേ? വക്കാർസി മംലൂൻ അംബർ, അംബർ നിറക്കപ്പെട്ട ഒരു പെട്ടി ഓരോരുത്തർക്ക് കിട്ടുന്നു. വാമറലി അബ്ദുൽ മുത്തലിബോ, അബ്ദുൽ മുത്തലിബിനൊന്നല്ല കൊടുത്തത്. ബി അഷറത്ത് അലാവിദ, ഓരോരുത്തർക്ക് കൊടുത്തതിൻ്റെ 10 ഇരട്ടി. ഗുണിക്കണം 10 ആർക്ക് കൊടുത്തത്? അബ്ദുൽ മുത്തലിബിന് കൊടുത്തത്. വക്കാല ലഹു ഇദാ കാന റസൂൽ ഹവലി ഫഅ്തിനി ബി ഖബരി, ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരണം, എന്നിട്ട് ആ കുട്ടിയുടെ വാർത്തകളൊക്കെ എനിക്ക് പറഞ്ഞു തരണേ എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒമാ യകൂന മിൻ അംദിഹി, അവർക്ക് എന്ത് കാര്യമുണ്ടായി എന്നറിയണം.
നോക്കുമ്പോൾ ഫഹലക്ക ഇബ്നു ദി യസൻ ഖബല റസൂലിനെ കൊല്ലെത്തുന്നതിന് മുമ്പായിട്ട് ഇദ്ദേഹം മരണപ്പെട്ടു പോയി. ആയിരുന്നു നമ്മുടെ രാജാവ്. വക്കാന അബ്ദുൽ മുത്തലിബ് യഖൂൽ പറയുന്നു, ലാ യൗബത്തിന് യാ മഅ്ശറ ഖുറൈശ് റജുലുൻ മിൻകും ബിജസീലി അതാൽ മലിക് വഇൻ കസുറ. രാജാവ് നൽകിയ സമ്മാനങ്ങളും ഹദിയകളും ധാരാളമുണ്ട് എന്നുള്ളത് എനിക്കൊരു സന്തോഷമുള്ള കാര്യമല്ല. എനിക്ക് അഭിമാനിക്കേണ്ട ഒരു കാര്യം ഏതാന്ന്, ലോകത്തിൻ്റെ നേതാവായി വരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംരക്ഷിക്കുന്ന ഈ ഭൗതിക ലോകത്തുള്ളൊരു ഉപ്പാപ്പ എന്നുള്ള അതാണ് ഇദ്ദേഹം പറഞ്ഞത്. ഫഇന്നഹു ഇലാ നഫദ്, കാരണം എന്ത് കിട്ടിയാലും അത് തീർന്നു പോകുന്ന സാധനമാണല്ലോ. വലാകിൻ ലയബത്തിന് ബിമാ യബഖാലി ശറഫുഹു വദിക്റുഹു, എന്നേക്കുമുള്ള ഷറഫും അതിൻ്റെ മഹത്വങ്ങളും ബാക്കി നിൽക്കുന്ന ഒരു കാര്യമാണ്. വലഅഖബി മിൻ ബാദി വകാന ഇദാ ഖീല ലഹു മാദാക, എന്താണ് എന്ന് മറ്റുള്ള കൊത്ത് ചോദിക്കാൻ തുടങ്ങി. എന്താണ് ആ സംഗതി? അപ്പം കാലസൈവല്ലൊരു പോലെ പറഞ്ഞേ കുറച്ച് കഴിയട്ടെ, അന്നേരം അത് പ്രത്യക്ഷമായിക്കൊള്ളും. ഇപ്പം ഞാൻ പറഞ്ഞില്ല. അത് നമ്മൾ അബ്ദുൽ മുത്തലിബിൻ്റെ മഹത്വം പറഞ്ഞപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് അന്ന് ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തതാണ്. പിന്നെ ബഷീർ ഉസ്താദ് എന്തെങ്കിലും